DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ജൂലൈ മാസത്തിലെ ഒരു ഗഡു പെൻഷൻ വിതരണം ബുധനാഴ്ചയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. ജൂലൈ 25 വെള്ളിയാഴ്ച മുതൽ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചിരുന്നതാണ്. എന്നാൽ വളരെ അപൂർവം പേരുടെ അക്കൗണ്ടിൽ മാത്രമാണ് 1600 രൂപ എത്തിയത്. മഹാഭൂരിപക്ഷം പേർക്കും തുക എത്തിയില്ല. സേവന പെൻഷൻ സൈറ്റിൽ തുക ബാങ്കിന് കൈമാറിയതായി വെള്ളിയാഴ്ച കാണിച്ചിരുന്നു. ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനായി 831 കോടി രൂപയാണ് സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചിരുന്നത്. ജൂലൈ മാസത്തെ പെൻഷൻ തുക 26,67,947 പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും 23,07,818 പേർക്ക് സഹകരണ ബാങ്കുകളുടെ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും ഇന്നു മുതൽ വിതരണം തുടങ്ങിയേക്കും. 4-ാം ശനിയും ഞായറും ബാങ്ക് അവധിയാണ്. എങ്കിലും DBT സെല്ലിൽ പേയ്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിലേക്ക് തുക വരും. ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ 1000 കോടി കിട്ടിയതിനാൽ ഫണ്ടിന് കുറവില്ല. സാങ്കേതിക തടസ്സമാണെന്നാണ് സൂചനകൾ വരുന്നത്. ഭൂരിഭാഗം പേർക്കും 1600 രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക. എന്നാൽ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി NSAPയിൽ വരുന്ന 8,46,456 പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം കുറഞ്ഞ് 1,400, 1,300, 1,100 എന്നിങ്ങനെയുള്ള തുകകളാണ് എത്തിച്ചേരുന്നത്. NSAP വിഹിതം നൽകുന്നതിന് 24,30 ലക്ഷം രൂപ കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ വിതരണം കേന്ദ്ര സർക്കാരിന്റെ DBT സംവിധാനം വഴിയാണ് ഉണ്ടാവുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്രവിഹിത തുകകളായ 200, 300, 500 എന്നിവ ഇത്തരത്തിൽ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും. പല മാസങ്ങളിലെയും കേന്ദ്രവിഹിത തുക ലഭിക്കാത്തവർ ആദ്യം തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾഡ് ആണോ എന്ന് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ക്ഷേമവിഭാഗം ഓഫീസുമായും ബന്ധപ്പെട്ട് തടസ്സം നീക്കേണ്ടതാണ്. ജൂലൈ 25 വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ജൂലൈ 31 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ വെള്ളിയാഴ്ച പെൻഷൻ ലഭിക്കാത്തവർക്ക് ശനിയാഴ്ചയിൽ അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ പെൻഷൻ തുക ലഭിക്കും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് വിതരണം തുടങ്ങി 2-3 ദിവസം കൊണ്ട് തന്നെ പെൻഷൻ വിതരണം ഏതാണ്ട് പൂർത്തിയാകുന്നതാണ്. എന്നാൽ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ എല്ലായ്പ്പോഴും ഒരാഴ്ചയൊക്കെ എടുക്കുന്നതാണ്. അതിനാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ ജൂലൈ 31 ആകുന്നതാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുവരുന്ന പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ജൂലൈ മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന പെൻഷൻ തുക ലഭിക്കുന്നതാണ്. അടുത്ത മാസം ഓഗസ്റ്റ് 24 വരെ പെൻഷൻ മസ്റ്ററിംഗിന് സമയമുള്ളതിനാലാണ് ജൂലൈയിലെയും ഓഗസ്റ്റിലെയും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും ലഭിക്കുന്നത്. എന്നാൽ അവസാന തീയതിക്ക് ശേഷവും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സമുണ്ടാകും. അതിനാൽ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം ഓഗസ്റ്റ് 24-നുള്ളിൽ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ട് 1 മാസം കഴിഞ്ഞു. 40% പേർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 1 മാസം കൂടിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ളത്. ആധാർ കാർഡുമായി സംസ്ഥാനത്തെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിലും എത്തി പെൻഷൻ ലഭിക്കുന്നവർക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഇനി കൈവിരൽ തെളിയാത്തതുകൊണ്ടോ മറ്റോ മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ഉദ്യോഗസ്ഥരിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തങ്ങളുടെ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഓഫീസിൽ നൽകിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. നിലവിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 1.5 വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഗുണഭോക്താക്കളുടെ പെൻഷൻ തുക ലഭിക്കുന്നത് തടസ്സപ്പെടാതിരിക്കുവാൻ സർക്കാർ ആവശ്യപ്പെട്ട പെൻഷൻ മസ്റ്ററിംഗ് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പെൻഷൻ തുകകൾ ലഭിച്ചവർ അക്കാര്യം കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.